ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ മെസ്സേജ് വേറെ ഒന്നുമല്ല. എൻ്റെ ഫ്രണ്ടിന് വന്നൊരു മെസ്സേജിന്റെ റിപ്ലൈ ആണ് ആക്ച്വലി ഞാൻ കൊടുക്കുന്നത്. അത് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് എ കൊളാബ് വിത്ത് അസ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് മേടിച്ചതിന് ശേഷം അവർ ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഫോട്ടോസ് മോഫ് ചെയ്ത് കുറച്ച് ന്യൂ ഫോട്ടോസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു അണ്ണോൺ അക്കൗണ്ടിൽ നിന്നാണ് വന്നത്. നമുക്ക് മെസ്സേജ് വന്നാൽ ഒന്നെങ്കിൽ കമ്പനിയുടെ പേജിൽ നിന്നോ എൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കും. അതിന് വേണം നിങ്ങൾ അയക്കേണ്ടത്. ഒരിക്കലും നമ്മളൊരു അൺനോൺ ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് മെസ്സേജ് വരില്ല. അപ്പം നിങ്ങൾക്ക് അപ്പം തന്നെ അത് കുറേ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ഇപ്പോൾ മെസ്സേജ് വരുന്നുണ്ട്. തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. ഇത് എന്തുമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളത് ചോദിക്കാം നമുക്ക്. ഇപ്പോൾ ഒന്നാമത്തെ റീസൺ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാസ്റ്റിംഗിന്റെ പേരിൽ പലരെയും വശത്താക്കി പല രീതിയിലും സെക്ഷലി ആണെങ്കിലും അല്ലാതെയും കുറേ അബ്യൂസ് ചെയ്യുന്നതും അല്ലാതെ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം ചെയ്യുന്ന കുറേ ട്രാപ്പിലൊക്കെ പെടുത്തുന്നു. പല കാര്യങ്ങളും നമ്മൾ ന്യൂസിലും പല രീതിയിലും നമ്മൾ അറിയുന്നുണ്ട്. അതുപോലത്തെ ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ കുറച്ച് സ്ക്രീൻ റെക്കോർഡ് കൂടി ഞാൻ ഇട്ടേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിവ് നിങ്ങൾ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാൻ നോക്കണം. കാരണം ഇങ്ങനെയുള്ള കഴവന്മാർക്ക് ലീഗലി തന്നെ പോയി അവനെയൊക്കെ പിടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം ഇവൻ ഇന്ന് ഈ ഫേക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ തന്നെ വേറൊരു പെൺകുട്ടിയുടെ പേരിലും ആ പെൺകുട്ടിയുടെ ഒറിജിനൽ അക്കൗണ്ടിൽ ഫോട്ടോ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഫോളോവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, ഫേക്ക് അക്കൗണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കഴിവതും ലീഗലി മൂവ് ചെയ്യാൻ നോക്കണം. കാരണം ഇതിലെ പല കാര്യങ്ങളും ലീഗലി മൂവ് ചെയ്യാത്തതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പല വീടുകളിൽ പല കാര്യങ്ങളാണ്. കാരണം ചിലർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാരൻസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ആ ഒരു കാര്യം കൊണ്ടാണ് പലരും ലീഗലി പോകാനുള്ളത്. പക്ഷേ നിങ്ങൾ ബോൾഡായിട്ട് തീരുമാനം എടുത്ത് നിങ്ങൾ മുമ്പോട്ട് വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം കഴിവ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നും ഒക്കെ മെസ്സേജസ് വരുമ്പോൾ കഴിവ് റിപ്ലൈ കൊടുക്കാതിരിക്കുക. പിന്നെ ഇങ്ങനെ പേയ്മെന്റ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് നിങ്ങളെ വശീകരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നോക്കി കണ്ടും വേണം നിങ്ങൾ ഏത് കാസ്റ്റിംഗ് ആണെങ്കിലും ഏത് കൊളാബ് ആണെങ്കിലും എടുക്കുന്നതൊക്കെ നോക്കി എന്തുമാത്രം ജെന്യൂനിറ്റി ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം വേണം മാത്രം ചെയ്യുക. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ലീഗലി എൻ്റെ കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. ഓക്കെ.